സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചെന്നൈയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിച്ചു ചേർത്തിരുന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് 2026 സെൻസസ് 2026 ശേഷം നടക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം ആകാം എന്നുള്ളതാണ് നിലവിലുള്ള ഭരണഘടനാ വ്യവസ്ഥ. അതൊരു സൗകര്യമാക്കി എടുത്തുകൊണ്ട് 2021 കോവിഡ് കാരണം സെൻസസ് നടന്നില്ല. അപ്പോൾ 2026 ശേഷം ഒരു സെൻസസ് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുകയും ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങി BJPക്ക് നിർണായക സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു വസ്തുത. ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള ആലോചനയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ന് അവിടെ സംസാരിച്ചത്. അതിൽ പ്രധാനമായി പറഞ്ഞ ഡീലിമിറ്റേഷന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തവരാരും എത്തില്ല. മീറ്റിങ്ങിൽ പങ്കെടുത്ത പ്രധാനമായിട്ടും കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടി നേതാവ് ഭഗവന്ത് സിംഗ് മാൻ പങ്കെടുത്തിരുന്നു, തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി പങ്കെടുത്തിരുന്നു, ആന്ധ്രയിൽ നിന്ന് YSRCP പങ്കെടുക്കും എന്ന് പറയുന്നിരുന്നെങ്കിലും അവർ പങ്കെടുത്തില്ല. ബിജു ജനതാദൾ ഒറീസയിൽ നിന്ന് അദ്ദേഹം നവീൻ പട്നായിക് അദ്ദേഹം ഓൺലൈനായി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് DK ശിവകുമാർ കോൺഗ്രസ് നേതാവും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാണ് പങ്കെടുത്തത്. അങ്ങനെ പ്രധാനപ്പെട്ട സ്റ്റാലിന് ഒരുപക്ഷെ ക്ഷണിച്ചതിൽ നിന്ന് വിട്ടുനിന്നത് പ്രധാനമായും വിട്ടുനിന്നത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസുമാണ്. മറ്റ് നേതാക്കളൊക്കെ ഏതാണ്ട് പങ്കെടുത്തിരുന്നു. ആ മീറ്റിങ്ങിൽ ഡിലിമിറ്റേഷനെ എതിർക്കുന്നില്ല, പക്ഷേ ഈ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം എന്ന കേന്ദ്ര നയം ഫലപ്രദമായി നടപ്പാക്കിയതിൻ്റെ പേരിൽ തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് തുടങ്ങിയ സ്റ്റേറ്റുകൾക്കൊക്കെ അർഹിക്കുന്ന വിഹിതം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത് എന്ന വികാരം മുന്നോട്ട് വച്ചു. പ്രധാനമന്ത്രിയെ ഈ വികാരം അറിയിക്കാൻ തീരുമാനിച്ചു. ഒപ്പം ഈ വിഷയത്തിൽ തുടർന്ന് അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ആലോചിക്കാൻ തുടർ മീറ്റിങ്ങുകൾ ചേരാൻ തീരുമാനിച്ചു. പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. ഇങ്ങനെ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ മീറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. ഈ മീറ്റിങ്ങിൻ്റെ വിളിച്ചു ചേർത്തോടെ സ്റ്റാലിൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈലിലുണ്ടാകുന്ന മാറ്റം എന്താണ് എന്നതുകൂടെ നമ്മൾ സംസാരിക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ അരുൺ റാമാണ്. അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചെന്നൈ റെസിഡൻറ്റ് എഡിറ്ററാണ്. സ്വാഗതം ഈ ഡിബേറ്റിലേക്ക്. ഞാൻ ആദ്യം ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അത് പൊതുവിൽ ഇപ്പോൾ 36% KT രാമറാവു പറയുന്നുണ്ടായിരുന്നു, 36% GDP-യിലേക്ക് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവർക്ക് അർഹിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിൽ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ അത് രാജ്യത്തിന് തന്നെ ഗുണകരമാവില്ല എന്ന് ആ നിലയ്ക്കൊക്കെ ഒരു ഗൗരവമേറിയൊരു ഡിബേറ്റ് ഈ മീറ്റിംഗ് തുടങ്ങി വെക്കുന്നില്ലേ? അതെ, ഇതില് ഒരു കോമൺ കോസ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ സംഭവിക്കൂ. അപ്പൊ അമിത്ഷാ ഒരിക്കൽ പറയുണ്ടായി, ഒരു സംസ്ഥാനത്തിനും ഒരു സീറ്റ് പോലും നഷ്ടമാകില്ല. അപ്പൊ അത് പക്ഷേ ഒരു പകുതി അർദ്ധസത്യം മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു ഫോർമുല നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷന് ആനുപാതികമായിട്ട് പാർലമെന്റ് സീറ്റ്, ലോക്സഭയിലെ സീറ്റുകൾ അധികരിക്കണമെന്നുണ്ടെങ്കിൽ 790 സീറ്റ് വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഈ അമിത്ഷാ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിനും ഒരു സീറ്റ് പോലും, എക്സിസ്റ്റിംഗ് സീറ്റ്സ് ഒന്നുപോലും കുറയില്ല എന്നുള്ളൊരു ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 790 സീറ്റുകൾ വരെ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതും പോപ്പുലേഷന് ആനുപാതികമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് അത് ഗുണം ചെയ്യില്ല. 20 സീറ്റുകൾ മാത്രമായിരിക്കും. എന്നാൽ ഉത്തർപ്രദേശിന് 130 സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് കാൽക്കുലേഷൻ കാണിക്കുന്നത്. തമിഴ്നാട്ടിന് വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. അത് 3 സീറ്റ് ആവാനാണ് സാധ്യത. 39 നിന്ന് 42 പോകും ഈ പറഞ്ഞ ഇക്വേഷനാണ്. അതല്ല, അതിന്റെ പല കാൽക്കുലേഷനുകളും ഉണ്ട്. ഇപ്പൊ 548 ആണെങ്കിൽ എത്ര, 548 ആയി കഴിഞ്ഞാൽ, അതായത് വെറും 5 സീറ്റ് മാത്രം കൂട്ടിക്കഴിഞ്ഞാലും UPക്ക് 10ഓളം സീറ്റുകൾ കൂടുതൽ ലഭിക്കുകയും തമിഴ്നാട്ടിനും കേരളത്തിന് 6 സീറ്റ് കുറവ് ലഭിക്കുകയും തമിഴ്നാട്ടിന് 9 സീറ്റ് കുറവ് ലഭിക്കും. അപ്പോൾ എങ്ങനെ തുലനം ചെയ്ത് നോക്കിയാൽ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഈ പറയുന്ന സദേൺ സ്റ്റേറ്റ്സിനും മറ്റ് ചെറിയ സംസ്ഥാനങ്ങൾക്കും, ഒഡീഷ, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള
ചെറിയ സംസ്ഥാനങ്ങൾക്കും എന്ത് വന്നാലും നഷ്ടമേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് സ്റ്റാലിന്റെ ഈ ഒരു ഡീലിമിറ്റേഷനെതിരെയുള്ള ഈ ഒരു ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയിലേക്ക് ഇവരെല്ലാം ഒരുമിച്ച് ചേരാൻ സന്നദ്ധരായിരിക്കുന്നത്. അപ്പോൾ ഒരു കോമൺ കോസ് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ട്. സ്റ്റാലിൻ ഇതിനെ അദ്ദേഹത്തിന്റെ ഒരു നാഷണൽ സ്റ്റേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 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 വേദിയായും കൂടെ ഉപയോഗിക്കുന്നു. അത് ഏത് രാഷ്ട്രീയ നേതാവും ചെയ്യുന്നതാണ്. അപ്പോ അതിനൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ദേജാവുമാണ് ഇന്നിപ്പോ ചെന്നൈയിൽ ഉണ്ടായത്. ഇതിനു മുമ്പ് സ്റ്റാലിന്റെ അച്ഛൻ മുത്തുവേൽ കരുണാനിധി ഇത്തരം ഒരുപാട് കൂട്ടായ്മകളുടെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹം 1969 തന്നെ ആദ്യമായി മുഖ്യമന്ത്രിയാകുമ്പോൾ ഇത്തരമുള്ള സഭകളെ അപ്പോൾ നോൺ കോൺഗ്രസ് ആയിട്ടുള്ള സഭകളെ വിളിച്ചു കൂട്ടിയിരുന്നു. അദ്ദേഹം ഈ ഒരു ആർട്ടിൽ, ഈ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൽ ഒരു അഗ്രഗണ്യനായിരുന്നു എന്ന് വേണം പറയാൻ. അത് ഓപ്പോസിഷൻ പാർട്ടീസിനെ മാത്രമല്ല, നമ്മളിപ്പോ നോക്കി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 69 അദ്ദേഹത്തിന് 45 വയസ്സാണെന്ന് ഓർമ്മിക്കുക. സ്റ്റാലിൻ ഇന്ന് 72 വയസ്സാണ്. അച്ഛൻ 45 ചെയ്തത് 72 ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്റ്റാലിൻ. 69 ഇന്ദിരാഗാന്ധിയുടെ താങ്ങും തണലായി നിൽക്കാനും കരുണാനിധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വി ഗിരിയെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട്, അന്ന് കോൺഗ്രസ് വിഭജിച്ച് നിൽക്കുന്ന കാലം, നിജലങ്കപ്പ പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസിന് എതിരായിട്ട് ഇന്ദിരാഗാന്ധി വി ഗിരിയുടെ പ്രസിഡൻസി കാൻഡിഡേറ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് നേതൃത്വം സമ്മതിക്കുന്നില്ല. എന്നാൽ കരുണാനിധി ആണ് ആ വി ഗിരിയെ പ്രസിഡന്റ് ആക്കാനുള്ള ഒരു പ്രധാന കാരണം. അദ്ദേഹം ക്യാമ്പയിൻ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ നേതൃത്വവുമായി ക്യാമ്പയിൻ ചെയ്ത് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി അത് കൊണ്ടുവന്നു. പിന്നെ ഓഫ്കോഴ്സ് ഇന്ദിരാഗാന്ധിയുടെ തന്നെ എമർജൻസി സമയത്ത് DMK പിരിച്ചുവിട്ട, ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും തിരിച്ചും മറിച്ചും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഒരു പേഴ്സണാലിറ്റി ആയിട്ട്, ഒരു യൂണിഫൈയിങ് ഫാക്ടർ ആയിട്ട് നിൽക്കാൻ കരുണാനിധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുകയാണെങ്കിൽ ഇപ്പോൾ യുണൈറ്റഡ് ഫ്രണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ 90കളിലെ യുണൈറ്റഡ് ഫ്രണ്ടിന്റെയും നാഷണൽ ഫ്രണ്ടിന്റെയും ഒക്കെ ക്രൈസിസ് വന്ന സമയത്തൊക്കെ ദേവഗൌഡ പ്രധാനമന്ത്രിയാകുന്നതിനും IK ഗുജറാൾ പ്രധാനമന്ത്രിയാകുന്നതിനും ഒക്കെ ഒരു പ്രധാന കാരണം കരുണാനിധിയായിരുന്നു. അപ്പോ വെറുമൊരു റീജിയണൽ സാട്രപ്പ് എന്ന് കരുതിയിരുന്നവരാണ്. തമിഴ്നാട് എന്ന് പറയുന്ന ഒരു താരതമ്യേന ചെറിയ സംസ്ഥാനമല്ല, വലിയൊരു സംസ്ഥാനം തന്നെയാണ്. എന്നാലും നോർത്ത് ഇന്ത്യയിൽ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി, ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കാൻ കഴിഞ്ഞ ഒരു വലിയൊരു നേതാവിന്റെ മകനാണ് സ്റ്റാലിൻ. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, അച്ഛന്റെ DMK പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു, അടുത്ത് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ അച്ഛൻ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ, അതും സ്വായത്തമാക്കാനുള്ള ഒരു രാഷ്ട്രീയ പരിശ്രമമാണ് സ്റ്റാലിൻ ചെയ്യുന്നത്. അത് എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഇനിയും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു സ്വോട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ വന്ന ഒരു കോമൺ കോസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, NEP പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള ഹിന്ദി ഇമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദി ഇമ്പോസിഷൻ. ഹിന്ദി തന്നെ പഠിക്കണമെന്നത് പറയുന്നില്ല, NEP പറയുന്നില്ല എങ്കിലും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോമൺ കോസസ് ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റാലിന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് ഞാൻ കരുതുന്നത്, ഇപ്പൊ കരുണാനിധിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പൊളിറ്റിക്കൽ അക്യുമെൻ ആയിരുന്നുവെങ്കിൽ, സ്റ്റാലിൻ്റെത് പൊളിറ്റിക്കൽ അക്യുമെൻ, പേഴ്സണൽ അക്യുമെനേക്കാൾ ഉപരിയായിട്ട് തന്റെ കക്ഷിയുടെ ആ ഒരു ഇലക്ടറൽ സ്ട്രെങ്ത് ആണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ 39 സീറ്റും, അപ്പോൾ പുതുച്ചേരിയും കൂട്ടിക്കഴിഞ്ഞാൽ 40 സീറ്റും DMKയും അലയൻസും തൂത്തുവാരികളുണ്ടായി. അപ്പോ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു നേതൃത്വത്തിന്റെ ഉടമയാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞതിലൂടെ സ്റ്റാലിൻ ഈ പറഞ്ഞ BJP ഫോഴ്സസിന്റെ ചുക്കാൻ പിടിക്കാൻ അതിന്റെ ഒരു തേരാളിയാകാൻ യോഗ്യനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാലും തമിഴ്നാട്ടിനകത്ത് തന്നെ അനിഷേധ്യനായ നേതാവായി സ്റ്റാലിൻ തുടരുകയാണ്. ഒരുപാട് കറപ്ഷൻ കേസസ് ഉണ്ട്, മന്ത്രിമാർക്കെതിരെ ED റെയ്ഡുകൾ നടക്കുന്നു, അത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടുന്നു. അതൊക്കെ ശരിയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ നേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പാർട്ടിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ അലയൻസിനകത്തു നിന്നോ യാതൊരു എതിർ വാക്കും ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല. മറ്റു പല ഇന്ത്യ ബ്ലോക്കിലെ നേതൃത്വത്തിനും അത്തരമൊരു അനിഷേധത്വം അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള ചില സ്ട്രെങ്തുകൾ സ്റ്റാലിനുണ്ട്. എന്നാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ
ഇതൊക്കെ മതിയാവില്ല ഒരുപക്ഷെ. ഒരു ഡിസ്പാരേറ്റ് ആയിരിക്കുന്ന ഒരു ഓപ്പോസിഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ന് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ നടന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയിൽ തൃണമൂൽ വന്നിട്ടില്ല. കോൺഗ്രസ് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പകുതി മനസ്സിലാണ് നിൽക്കുന്നത്. കാരണം കോൺഗ്രസിന് ഒരിക്കലും ഇതിനെ ബ്ലൈൻഡ് ആയിട്ട് DMK പറയുന്നത് പോലെ ഒപ്പോസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ 1973 കഴിഞ്ഞ ഡീലിമിറ്റേഷൻ നടന്നത്. അത് ആ ഒരു ഡിബേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റിന്റെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാം, കോൺഗ്രസിന്റെ നേതൃത്വം രണ്ട് തരത്തിലും നിന്നിട്ടുണ്ട്. ചില നേതാക്കൾ ഡീലിമിറ്റേഷനെ അംഗീകരിച്ചുകൊണ്ടും ചില നേതാക്കൾ അതിനെ പുച്ഛിച്ചുകൊണ്ടും ഒക്കെ സംസാരിച്ചത് പാർലമെന്റ് രേഖകളിൽ തന്നെ ഉള്ളതാണ്. ആ ഒരു പ്രശ്നം അതൊരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വരാത്തതും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വളരെ പരസ്യമായി അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയി വസിഫറസ് ആകാത്തതും കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ സദേൺ സ്റ്റേറ്റ്സിലാണല്ലോ 3 സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ രണ്ടും സൗത്തിലാണ്. അതുകൊണ്ട് തന്നെ റേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും കർണാടകയിൽ നിന്ന് വന്നിരുന്നു. അപ്പൊ ഇത്തരം ആളുകളെ കൊണ്ട് സിദ്ധാരാമയ്യയും കർണാടകയിലും റേവന്ത് റെഡ്ഡി കൊണ്ട് സംസാരിപ്പിക്കുകയല്ലാതെ കേന്ദ്ര നേതൃത്വം സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇതിനെക്കുറിച്ച് വ്യക്തമായി ശക്തമായി NDAയുടെ ഈ മൂവിനെതിരെ സംസാരിച്ചിട്ടില്ല. യൂഷ്വലി സ്റ്റാലിൻ വിളിക്കുന്ന എല്ലാ ഇത്തരം കൂട്ടായ്മകളിലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഒരുപക്ഷെ സോണിയാഗാന്ധി വരുന്നത് പതിവായിരുന്നു. ഇപ്പോ കരുണാനിധി മരിച്ച് 1 വർഷം കഴിയുമ്പോൾ കരുണാനിധിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെത്തിയിരുന്നു. അത്തരം കോൺഗ്രസുമായി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ അടുപ്പത്തിലുണ്ടായിരുന്ന ഒരു ഫാമിലി അടുപ്പമുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് കാണിക്കുന്നത് കോൺഗ്രസും ആ നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുന്നില്ല. അത് ഒരുപക്ഷെ ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസും മാറി നിൽക്കുന്നതും ഒരുപക്ഷെ സ്റ്റാലിന് അതൊരു അഡ്വാൻറ്റേജ് ആവാം. കാരണം ഈ 2 പാർട്ടികളും ഇല്ലാത്തൊരു സ്ഥലത്ത് ആ ഒരു നേതൃസ്ഥാനം, ഈ ഒരു ഓപ്പോസിഷന്റെ ഒരു നേതൃസ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയും അത് ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു ശ്രമവുമാണ് സ്റ്റാലിൻ വളരെ സക്സസ്ഫുൾ ആയി നടത്തിയിരിക്കുന്നത്. ഈ സമരം, ഈ ഡീലിമിറ്റേഷനെതിരെയുള്ള ഈ സമരം, ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ദേശീയ ഓപ്പോസിഷന്റെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരാൻ സ്റ്റാലിന് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. റൈറ്റ്. ഇപ്പം ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് രാജ്യത്തെ പ്രതിപക്ഷം, ഇപ്പോൾ ഇന്ത്യ സഖ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല കാരണങ്ങളാൽ പരസ്പരം വിമർശിക്കുകയോ എതിരിടുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒരു കോസിൽ ഇപ്പോൾ തെലങ്കാന എടുത്താൽ, അല്ലെങ്കിൽ ആന്ധ്ര, ചന്ദ്രബാബു നായിഡു അതിനെ പബ്ലിക്കായിട്ട് എതിർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഹിന്ദി പഠിച്ചാൽ ഡൽഹി പോയാൽ സംസാരിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തെലുങ്കു ആത്മാഭിമാനം എന്നുള്ള പ്രശ്നം ഉയർത്തി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയും അത് അധികാരത്തിൽ വരികയും ചെയ്ത നാടാണ് ആന്ധ്ര എന്ന് പറയുന്നത്. കന്നഡയിലും ആ ഭാഷാവികാരവും അവരുടെ കൾച്ചറൽ സ്വത്വവും വളരെ പ്രധാനമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടക. അപ്പോൾ ഈ ഒരു ത്രെഡിൽ കുറെ കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാലിന് സാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ ഒഡീഷ, ബിജു പട്നായിക് ഓൺലൈനായിട്ടാണെങ്കിലും പങ്കെടുക്കുന്നു. പഞ്ചാബ് ഇപ്പോൾ 1973 ഡിലിമിറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ 1973 തന്നെയാണ് അനന്തപൂർ സാഹിബ് പ്രമേയം വരുന്നത്. അകാലിദളുകാരുടെ ഞങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പഞ്ചാബ് പരസ്യമായി പറയുന്നത് 1973 തന്നെയാണ്. അപ്പോൾ ഈ നിലയ്ക്കൊരു കോമൺ ത്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളൊരു സാധ്യത വളരെ ശക്തമായി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം. അതെ, ഇതില് ഈ രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. രാഷ്ട്രീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഈ ഭാഷയുടെ, മാതൃഭാഷയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഹിന്ദിയോടുള്ള എതിർപ്പ് എന്നുള്ളത് കൂടുതൽ വൈകാരികമായ ഒരു സംഭവമാണ്. എന്നാൽ എന്നാൽ ഡീലിമിറ്റേഷൻ എന്നുള്ളത് ഒരു റിയൽ പൊളിറ്റിക്കിന്റെ ഒരു സമരമാണ്. അത് രണ്ടും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു വൈകാരിക സംഭവം എന്ന് പറയാൻ കാരണം, ഇതിപ്പോ ഇതിന്റെ ഒരു ഐറണി പറയട്ടെ. തമിഴ്നാട്ടിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദക്ഷിണ ഹിന്ദി പ്രചാര സഭയുടെ കീഴിൽ കുട്ടികൾ പഠിക്കുന്നത്. 1.5 ലക്ഷത്തോളം കുട്ടികൾ എല്ലാ വർഷവും ദക്ഷിണ ഹിന്ദി പ്രചാര സഭയിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കുകയാണ്. ഹിന്ദി സിനിമകൾ ഒരുപക്ഷെ മറ്റ് സദേൺ സ്റ്റേറ്റ്സിൽ ഓടുന്നതിനേക്കാൾ നന്നായി തമിഴ്നാട്ടിലുള്ളതാണ്. ഹിന്ദി സംസാരിക്കുന്നവർ തമിഴ്നാട്ടിൽ ഒരുപക്ഷെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹിന്ദിയോടുള്ള ഒരു അന്ധമായ ഒരു എതിർപ്പൊന്നും ഈ സമൂഹത്തിനുള്ളിലില്ല.
മാതൃഭാഷയോടുള്ള സ്നേഹവും ഹിന്ദിയോടുള്ള എതിർപ്പും ഒക്കെ വൈകാരികമായ ഒരു സബ്ജക്റ്റും, ഒപ്പം ഈ ഡീലിമിറ്റേഷൻ എന്നുള്ളത് ഒരു റിയൽ പൊളിറ്റിക്കിന്റെ ഒരു സബ്ജക്റ്റുമായി നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ഡിലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും, ചെറിയ സംസ്ഥാനങ്ങൾക്കെല്ലാവർക്കും, അല്ലെങ്കിൽ ജനസംഖ്യ ക്രമീകരിച്ചുകൊണ്ട് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് നന്നായി നടത്തിയ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ വിപരീതമായി ഭവിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ മാതൃഭാഷയുടെ കാര്യം വരുമ്പോൾ അത് പൊളിറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ബോളിവുഡ് ചലച്ചിത്രങ്ങൾ വളരെ നന്നായി ബോക്സ് ഓഫീസിൽ പൈസ സമ്പാദിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ആന്റൈ ഹിന്ദു അജിറ്റേഷൻ എന്ന് പറഞ്ഞ് 3 തവണയായിട്ട് 30കളിലും 40കളിലും 60കളിലും ഒക്കെ സമരം ചെയ്ത് ബഹളമുണ്ടാക്കിയ ഒരു സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു റീജിയണൽ രാഷ്ട്രീയ നേതൃത്വത്തിനെ എടുത്ത് വൈകാരികമായി പ്രയോഗിച്ചുകൊണ്ട് വോട്ടുകൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇത് മാതൃഭാഷയുടെ ഒരു സംഭവം. അത് എല്ലാ സംസ്ഥാനത്തും അത്രത്തോളം തീവ്രതയോടെ നടക്കണമെന്നില്ല. ഈ പറഞ്ഞതുപോലെ കന്നഡികൾക്ക് കന്നഡ വളരെ പ്രിയപ്പെട്ട തന്നെയാണ്. ബാംഗ്ലൂരിൽ റയറ്റ്സ് തന്നെ നടന്നിട്ടുണ്ട്. തെലുങ്ക് നാട്ടിൽ അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഷയോടുള്ള ആ ഒരു അഭിമാനവും പ്രേമവും എല്ലാം എല്ലാ സംസ്ഥാനത്തും ഉണ്ടെങ്കിലും അത്തരം ഒരു വൈകാരികത എനിക്ക് തോന്നുന്നില്ല തെലങ്കാനയിലോ ആന്ധ്രയിലോ അത്രത്തോളം ഉണ്ട് എന്ന്. എന്നാൽ അവിടുത്തെയും ഒരു രാഷ്ട്രീയ നേതൃത്വം അതിനെ ഒരു വൈകാരിക പ്രശ്നമാക്കി എടുത്തുകൊണ്ട് ഒരു ജനകീയ മൂവ്മെന്റ് ഉണ്ടാക്കണമെന്ന് ശ്രമിച്ചാൽ നടക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് വോട്ട് ലഭിക്കും എന്നുള്ള ഒരു ധാരണ എല്ലാ പാർട്ടികൾക്കും ഉണ്ടാക്കണം. എന്നാൽ ഡീലിമിറ്റേഷൻ അങ്ങനെയല്ല. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും ഡിലിമിറ്റേഷൻ നടന്നാൽ നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം മാത്രമാണ് എന്നുള്ള ഒരു പൊതുധാരണയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുമെങ്കിൽ സ്റ്റാലിന്റെ ഒരു വിജയമായിരിക്കും. അത് പക്ഷേ എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല. ഒരു ചിലർ പറഞ്ഞേക്കാം ഡീലിമിറ്റേഷൻ ആയിക്കോട്ടെ നമ്മുടെ അജണ്ട നമ്പർ 1. ഒരുപാട് കാര്യങ്ങൾ എടുത്ത് മിക്സ് ചെയ്യേണ്ട. കാരണം NEP അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമല്ല. എന്നാൽ ഡീലിമിറ്റേഷൻ ഒരു 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 യുണൈറ്റഡ് ഓപ്പോസിഷന്റെ ഒരു സ്ട്രെങ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡിലേ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണയും ഇന്ന് തന്നെ പങ്കെടുത്തിട്ടുള്ള പല നേതാക്കൾക്കിടയിലും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്. ഇവിടെ ഇപ്പോൾ BJPയുടെ ഒരു എതിർപ്പ്, ഇപ്പോൾ നേരത്തെ അമിത്ഷാ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചല്ലോ, ഒരു സ്റ്റേറ്റിനും ഒരൊറ്റ സീറ്റ് പോലും കുറയില്ല എന്ന് പറയുന്ന അമിത്ഷാ ഇന്നിപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വരുന്നത് തമിഴ്നാട് ഈ കാണിക്കുന്നതൊക്കെ അവിടുത്തെ അഴിമതി മൂടി വയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവരുടെ ഭാഷാ പ്രേമമാണെങ്കിലും ഡീലിമിറ്റേഷനെതിരായ പ്രതിഷേധമാണെങ്കിലും ഒക്കെ അഴിമതി മൂടി വയ്ക്കാനുള്ള ശ്രമമാണ് എന്ന് അമിത്ഷാ വിമർശിക്കുന്നു. ഒപ്പം RSS പറയുന്നത് നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ വേറൊരു നിലയ്ക്ക് ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം BJPയുടെ RSSൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ധ്വനിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നു. ആക്ച്വലി ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്നുള്ളത് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത് വളരെ എവിഡൻ്റ് ആവുകയല്ലേ ഈ മീറ്റിങ്ങിൽ സംഭവിക്കുന്നത്? ഇതിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ഇൻസിഡന്റൽ കൂടിയാണ് ഈ ഒരു നോർത്ത് സൗത്ത് എന്നുള്ളൊരു ഇഷ്യൂ വരുന്നത്. ഇതിൽ ബാധിക്കപ്പെടുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ദക്ഷിണ സംസ്ഥാനങ്ങളാണ് എന്നുള്ളത് ഒരു വസ്തുതയായി ഇരിക്കുമ്പോൾ തന്നെ അത് ഒരു തരത്തിൽ ഒരു കോയിൻസിഡൻസ് കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത് സദേൺ സ്റ്റേറ്റുകളെല്ലാം ദ്രോഹിക്കണം എന്നുള്ള ഒരു എയിമോട് ചെയ്തതാവണമെന്നില്ല. പക്ഷെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ദക്ഷിണ ഭാരതത്തിലുള്ള ഈ സംസ്ഥാനം, കേരളമാകട്ടെ, തമിഴ്നാടാകട്ടെ, തെലങ്കാനയാകട്ടെ, കർണാടകയാകട്ടെ, ഇതെല്ലാം തന്നെ BJPക്ക് ജയിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ തന്നെയാണ്. അത് സൗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാകണമെന്നില്ല, അത് പല കാരണങ്ങളുണ്ടാകും. അപ്പോ ഈ ഒരു കാര്യത്തിൽ യെസ്, അങ്ങനെ ഒരു റിസ്ക് സ്റ്റാലിൻ റൺ ചെയ്യുന്നുണ്ട്. കാരണം ഒരു സൗത്ത് വേഴ്സസ് നോർത്ത് നറേറ്റീവിലേക്ക് ഇത് പോകുന്നു. കരുണാനിധി ചെയ്തിരുന്ന ഒരു യൂണിഫിക്കേഷൻ സമരങ്ങളിൽ ആ ഒരു ധ്വനിയില്ലായിരുന്നു. മനസ്സിലായി. ഞാൻ ഈ 69 കാര്യം പറഞ്ഞതുപോലെ ഗിരിയെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തമിഴ്നാട്ടിലിരിക്കുന്ന 45-കാരൻ അവിടെ പോയി ഗിരിയെ പ്രസിഡന്റ് ആക്കും. അപ്പോൾ അതിലുപരിയായി ഒരു നാഷണൽ ഇന്റഗ്രേഷൻ വേറെ എന്ത് വേണം? ഒപ്പം കോൺഗ്രസിന്റെ തന്നെ കൂടെ നിൽക്കുന്ന എതിരാഗതയുടെ എതിർചേരിയിൽ അന്ന് നിന്നിരുന്നത് കാമരാജാണ്, തമിഴ്നാട്ടിൽ നിന്നൊരാൾ. അപ്പോൾ അന്ന് ഇത്തരം ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ് ഇല്ലായിരുന്നു. അന്നുള്ള ഒരു രാഷ്ട്രീയം ദേശീയതയിൽ അല്ലെങ്കിൽ ഒരു സബ് നാഷണലിസത്തിന് അതീതമായിട്ടുള്ള നാഷണലിസം, ഒരു യുണൈറ്റഡ് നാഷണലിസത്തിന്റെ ആയിട്ടുള്ള ചില സ്ലോഗൻസിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു. അത് പിന്നീട് യുണൈറ്റഡ് ഫ്രണ്ട് ആയാലും നാഷണൽ ഫ്രണ്ട് ആയാലും എല്ലാം നടത്തിയിട്ടുള്ളത്. അതിലൊന്നും ഒരു സൗത്ത് നോർത്ത് ഡിവൈഡ് ഇല്ലായിരുന്നു. ഇത്തവണ കോയിൻസിഡന്റലി ഓർ നോട്ട് അങ്ങനെ ഈ പറഞ്ഞ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ബാധിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെല്ലാം
ദക്ഷിണ ഭാരതത്തിലുള്ള സംസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ ഒരു നോർത്ത് സൗത്ത് ഡിവൈഡിന്റെ ഒരു പരിവേഷം, ഒരു രാഷ്ട്രീയ പരിവേഷം ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ സബ് നാഷണലിസത്തിന് വിഘടനവാദം എന്ന് വളരെ പെട്ടെന്ന് വ്യാഖ്യാനിച്ച് തീർക്കാൻ എളുപ്പമുള്ളൊരു സംഗതി കൂടിയാണ്. അങ്ങനത്തെ ഒരു അപകടം അവിടെ ഇല്ല. BJP പോലൊരു പാർട്ടി ഭരിക്കുന്നു. RSS ഇത് ഡെലിബറേറ്റ് ആയിട്ടുള്ള നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതൊരു വിഘടനവാദമാണ് എന്ന് സ്ഥാപിച്ചത് ആ ചാപ്പ കുത്താനുള്ളൊരു ഒരു ശ്രമമായിരിക്കില്ലേ? തിരിച്ച് ഞാൻ വീണ്ടും 69ലേക്ക് പോവാണ്. 69 ആദ്യമായി കരുണാനിധി ചെയ്ത ഒരു സംഭവം രാജമണ്ണാർ കമ്മിറ്റി ഉണ്ടാക്കുകയായിരുന്നു. അതിന്റെ പ്രധാന ലക്ഷ്യം ഓട്ടോണമി, സ്റ്റേറ്റ് ഓട്ടോണമി ഡിഫൈൻ ചെയ്യുക, സ്റ്റേറ്റ് സെന്റർ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, വളരെ ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ് സെന്റർ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസ് രാജമണ്ണാറിനെയും മറ്റ് മൂന്ന് പേരടുത്തു ഏൽപ്പിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് അടുത്ത വർഷം തന്നെ അസംബ്ലിയിൽ ടേബിൾ ചെയ്യുകയും അതിന് റെസൊല്യൂഷനായിട്ട് അസംബ്ലി പാസ് ചെയ്യുകയും ചെയ്തു. വീണ്ടും 8 വർഷം കഴിഞ്ഞിട്ടാണ് അതൊരു ദേശീയ തലത്തിൽ അതൊരു വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെ തുടക്കം കുറിച്ചത്. അപ്പോൾ തമിഴ്നാട്ടിൽ തുടങ്ങിയ ഒരു കോളാണ് ഓട്ടോണമി എന്നുള്ളത്. അത് 30കളിലും 40കളിലും ഒക്കെ ഉണ്ടായിരുന്ന ആന്റി ഹിന്ദി അജിറ്റേഷനിൽ അതീതമായി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് സ്റ്റേറ്റ് ഓട്ടോണമി, അന്നും സൗത്തിന് ഓട്ടോണമി എന്നല്ല പറയുന്നത്, എല്ലാ സംസ്ഥാനങ്ങൾക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആദ്യമായി ഇത് വീണ്ടും അഡോപ്റ്റ് ചെയ്യുന്നത്, രാജമണ്ണാർ കമ്മിറ്റി അഡോപ്റ്റ് ചെയ്യുന്നത് കർണാടകമാണ്. കർണാടകത്തിന് ശേഷം അപ്പോഴും സൗത്ത് മാത്രമല്ല, അടുത്ത് ഇത് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാരെന്നറിയുമോ? കശ്മീരാണ്. അന്ന് എനിക്ക് തോന്നുന്നു 80കളിൽ 83-ലാണെന്ന് തോന്നുന്നു ഫറൂഖ് അബ്ദുള്ള അന്ന് മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹം അവിടെ കശ്മീരിൽ ഈ പറഞ്ഞ ഒരുപാട് മുഖ്യമന്ത്രിമാരെ, NT രാമറാവു ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരെ വിളിച്ച് അവിടെ ഒരു സമ്മേളനം ചേർന്ന് അന്നും രാജമണ്ണാർ കമ്മിറ്റിയും കരുണാനിധിയും പുകഴ്ത്തിക്കൊണ്ട് അതിനെ ഒരു റെഫറൻസ് പോയിന്റ് ആയി വെച്ചുകൊണ്ടായിരുന്നു അന്നത്തെ സമരം തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സ്റ്റേറ്റ് ഓട്ടോണമി അല്ലെങ്കിൽ ഫെഡറലിസത്തിന്റെ ഒരു തനി സ്വഭാവം, അതിന്റെ ഒരു ഐഡിയൽ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിക്കാനുള്ള ഒരു മോഡൽ ആയിരുന്നു. അതും തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു, കരുണാനിധി ആയിരുന്നു എന്നുള്ളതും വളരെ രസകരമായുള്ള ഒരു യാഥാർത്ഥ്യം. റൈറ്റ്. ഞാൻ അവസാനം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ NEP സ്വീകരിക്കില്ല എന്ന് പറയുന്നു, കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകില്ല എന്ന് പറയുന്നു, ബജറ്റിൽ കേന്ദ്ര സഹായം എത്രയാണോ ലഭിക്കേണ്ടത് അതുകൂടെ ചേർത്ത് വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ വിഹിതം വച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ഇതുമൂലം, അതായത് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടാത്തതുകൊണ്ട് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു തമിഴ്നാട് സർക്കാർ. അതിന് പിറകെയാണ് ഇപ്പോൾ ഡീലിമിറ്റേഷൻ്റെ വിശാലമായ ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത്. അവിടെ സ്റ്റാലിൻ്റെ ആശയങ്ങൾ കിട്ടുന്ന ഒരു പിന്തുണ മിക്കവാറും ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിലും രേവന്ത് റെഡ്ഡി ആണെങ്കിലും ഒക്കെ നേരത്തെ മുതൽ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാലിൻ ഈ മീറ്റിംഗ് വിളിക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ സ്റ്റാലിന് കിട്ടുന്ന ഒരു പ്രോമിനൻസ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ വിജയൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ഏതാണ്ട് DMKയുടെ ഒരു രാഷ്ട്രീയ നയ സ്പേസ് അതിലേക്ക് തന്നെ ലക്ഷ്യമിടുകയും ചെയ്യുമ്പോൾ ഈ നീക്കം തമിഴ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഒരു വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അവിടെ സ്റ്റാലിനുണ്ടാക്കുന്ന ഒരു ഗെയിൻ എത്രത്തോളമാണ്? ശരിയാണ്, സ്റ്റാലിന് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്യുന്നത് പ്രാദേശികമായി തന്നെയായിരിക്കും. സ്റ്റാലിന് ഒരിക്കലും പ്രധാനമന്ത്രിയാകണമെന്നുള്ള വ്യാമോഹവും സ്വപ്നവും ഒന്നുമില്ല. അദ്ദേഹം ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു നേതൃത്വത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നത് തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ കൂടുതൽ പേരുറപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ഇമേജ് മാനേജ്മെന്റ് ഭാഗം കൂടിയാണ്. അല്ലാതെ ഒരിക്കലും അഖിലേഷ് യാദവിനെയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെയോ വെട്ടിക്കയറി ഹിന്ദി ഹാർട്ട്ലാൻഡിൽ പോയി പ്രശസ്തരാകാമെന്നുള്ള വ്യാമോഹമൊന്നും സ്റ്റാലിനില്ല. അപ്പോൾ ഇവിടെ വിജയ് ഉയർന്നു വരുന്നു. ഒപ്പം തന്നെ BJP DMK ഗവൺമെന്റിനെതിരെയുള്ള കറപ്ഷൻ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. AIADMK തിരിച്ചു ഒരുമിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അടുത്ത 2026 അസംബ്ലി ഇലക്ഷൻ നേരിടുമ്പോൾ ഒരു ഇമേജ് മാനേജ്മെന്റ് അത്യാവശ്യമായിരിക്കുന്ന സമയം തന്നെയാണ് സ്റ്റാലിന്. അപ്പോ ഞാനൊരു ദേശീയ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞ ഒരു നേതാവാണ്, എൻ്റെ ഒരു സ്റ്റേച്ചർ ഉയർന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നത് അത് ഒരു തമിഴ് പ്രൈഡ്, അതെപ്പോഴും തമിഴ് പ്രൈഡ് എന്നുള്ളത് എപ്പോഴും ഒരു ഫാക്ടർ ആയിട്ടുണ്ടായിരുന്നു ഇലക്ടറൽ രാഷ്ട്രീയത്തിൽ. അത് ഒരുപാട് സ്റ്റാലിനെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം
ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ AIADMK തോൽക്കാൻ കാരണമെന്ന് AIADMK തന്നെ വിലയിരുത്തിയത് അവരെ BJPയുടെ ബി ടീം എന്ന് ജനങ്ങൾ കരുതി, ഒരു വിഭാഗം ജനങ്ങളെങ്കിലും കരുതിയെന്നുള്ളതാണ്. ഇപ്പൊ BJP എപ്പോഴും വലിയൊരു വിഭാഗം തമിഴ്നാട്ടിലെ ജനങ്ങൾ, വോട്ടർമാർ ഒരു ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡറായി കാണുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ AIADMKയെ അത് ബാധിച്ചു. അപ്പോ സ്റ്റാലിൻ കാണിക്കുന്നത് DMK മാത്രമാണ് BJPയെയും അല്ലെങ്കിൽ ഔട്ട്സൈഡറിനെയും ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ. ഒപ്പം അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന പല സംസ്ഥാന നേതൃത്വങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെയൊക്കെ നേതാവായി വരാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ തമിഴ് പ്രൈഡിനെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഒരു സിമ്പലാണ് എന്ന് കാണിക്കുന്നതിലൂടെ ഒരു സംശയവുമില്ല സ്റ്റാലിന് അടുത്ത വർഷത്തെ ഇലക്ഷനിൽ ഇതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് മാനേജ്മെന്റ് എന്നുള്ളൊരു ലെവലിൽ ഒരുപാട് സഹായിക്കും. ഞാനിവിടെ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്തിടെ CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞിട്ടൊരു രേഖ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ കേരളത്തിന് തനതായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചൊക്കെ വലിയ തോതിൽ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു മൊത്തം ഉള്ളടക്കം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യാതെ കേരളത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു അന്വേഷണമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഇപ്പോൾ തമിഴ്നാട് നേരത്തെ മുതൽ തന്നെ ഇപ്പോൾ തമിഴ് പ്രൈഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം സംഗതികൾ തമിഴ്നാടിനെ മാതൃകയാക്കിക്കൊണ്ട് ഇപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ പതുക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളിൽ ചിലതെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നു എന്ന് നമ്മൾ കരുതണോ? അത് ഒരുപക്ഷെ മറ്റ് സൗത്ത് സ്റ്റേറ്റുകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പഞ്ചാബ് ആം ആദ്മി പാർട്ടി പങ്കെടുക്കുന്നു, അകാലിദൾ പങ്കെടുക്കുന്നു. ഏതാണ്ട് തമിഴ്നാടിന് സമാനമായ വികാരം നേരത്തെ മുതൽ തന്നെ പങ്കുവച്ചിരുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ഇപ്പോൾ ബിജു ജനതാദൾ ഒറീസയിൽ നിന്ന് പങ്കെടുക്കുന്നു, അവർക്കും സമാനമായിട്ടുള്ളൊരു ഒരു പ്രൈഡ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് മാറുന്നുണ്ടോ ഈ തമിഴ് പ്രൈഡ് എന്ന് നേരത്തെ മുതൽ തന്നെ DMK അടക്കമുള്ള പാർട്ടികളൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് മാറുന്നു എന്ന് ആ ഒരു നിലയ്ക്ക് നമുക്ക് എടുക്കാമോ? കേരളത്തിൽ പിണറായി വിജയൻ അതിനൊരു ശ്രമം നടത്തുന്നുണ്ടാവും. പക്ഷേ കേരളം അത്ര ഒരു ഫെർട്ടൈൽ ലാൻഡ് അല്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇതിപ്പോ ഏത് സംസ്ഥാനത്തിനും മാതൃഭാഷയോടും മാതൃഭൂമിയോടുമുള്ള ഒരു കൂറും അതുമൊക്കെ മുതലെടുക്കാൻ പൊളിറ്റീഷ്യൻസ് എന്നും തയ്യാറെടുത്തു. പക്ഷെ തമിഴ്നാട്ടിൽ നമുക്കറിയാലോ, തമിഴ്നാട്ടിലൊരു ഒരു ഫീലിംഗ് ഓഫ് പ്രൈഡ് അത് വളരെ വേരോട്ടം കൂടുതലുള്ള ഒരു ഫെർട്ടൈലായിട്ടുള്ള ഒരു ലാൻഡാണ്. അപ്പൊ കേരളത്തിന് അത്രത്തോളം അത് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇതിൽ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, സ്വയം പര്യാപ്തത കഴിയുന്നത്ര നേടുക എന്നുള്ളതും, മറ്റൊന്ന് രാഷ്ട്രീയമായിട്ട് ഒരു പാരോക്കിയൽ പ്രൈഡ് വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇത് രണ്ടും വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇതില് ഈ പ്രൈഡ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറേയൊക്കെ ഇമോഷൻ വെച്ചും കുറേയൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം വെച്ചും ഒക്കെ ഉള്ള ഒരു സംഭവമാണെങ്കിൽ, മറ്റത് പ്യോർലി ഒരു ഇക്കണോമിക്സ് ആണല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പോ നമുക്കുള്ള ഒരു ഫെഡറൽ സെറ്റപ്പിൽ ഒരു സംസ്ഥാനത്തിന് ഇക്കണോമിക് ഓട്ടോണമി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി GST വന്നതിന് ശേഷം. അപ്പോ ടൂറിസം ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേരളത്തിന് ചെയ്യാൻ കഴിയുന്നത്. അതിലുപരിയായി വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയും മിക്കവാറും. കാരണം ടാക്സസ് ഒന്നും നമ്മളിപ്പോ ഇവിടെ തന്നെ DMKയുടെ ഒരു നേതാവ് ഈ ഒരു വാഗ്വാദം നടക്കുന്നതിനിടയിൽ പറഞ്ഞു, തമിഴ്നാട് ഇനി സെൻട്രൽ ടാക്സ് അടക്കില്ല. നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, സെൻട്രൽ ടാക്സ് നേരിട്ട് ആളുകൾ കൊടുക്കുന്നതാണ്. അപ്പോ സംസ്ഥാനത്തിന് എന്തൊക്കെ പറഞ്ഞാലും വളരെ പരിമിതമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഓട്ടോണമി മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥിതിക്ക് നമ്മൾ ആ ഒരു ബെറ്റർ ഫെഡറലിസം, ഒരു ഹെൽത്തിയർ ഫെഡറലിസത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റത് വളരെ ഒരു ഇമോട്ടീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു സങ്കല്പമാണ്. ഞാൻ കേരളം അല്ലെങ്കിൽ ഞാൻ തമിഴ്നാട് എന്നുള്ള ഒരു ഫീലിംഗ് ഓഫ് പ്രൈഡും അതൊക്കെ നല്ലതാണെങ്കിലും ഈ ഓട്ടോണമി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇത്രയും ഈ ഒരു പാരോക്കിയൽ പ്രൈഡ് വേരോട്ടമുള്ള തമിഴ്നാട്ടിൽ പോലും നടപ്പാക്കുന്നത് അസാധ്യം തന്നെയാണ്. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ അരുൺ റാം ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. സ്റ്റാലിൻ വളരെ അസർട്ടീവായി തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഡീലിമിറ്റേഷൻ എന്നുള്ളത് ഈ സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ
പല വിധത്തിലുള്ള അവകാശ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാറും എന്നുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ സ്റ്റാലിന് സാധിച്ചിരിക്കുന്നു. അതിന് പിന്തുണയും ഉണ്ടാക്കിയെടുക്കാൻ സ്റ്റാലിന് സാധിക്കും. ആ നിലയ്ക്ക് വളരെ അസർട്ടീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.